ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കണ്ണൂണിയുടെ ഹെയർ കട്ട് ഡേ ആണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും, ഒരു പുതിയ ലുക്കല്ലേ. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് സെറ്റായി. പിന്നെ ഇയാൾ ഭയങ്കര കലിപ്പ് മൂഡിലായിരുന്നത്. പുള്ളിക്കാരൻ മുടിയിൽ കത്രികയൊക്കെ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് ഇയാളങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് നോക്കുക. പിന്നെ അവസാനം ഒരുവിധം സെറ്റാക്കി എടുത്ത് പിന്നെ ഞങ്ങൾ സർപ്രൈസായിട്ട് രഞ്ജുമ്മ എടുത്തുപോയി. രഞ്ജുമ്മയും ഉണ്ണിക്കണ്ണനെയും ഹെയർ കട്ട് ചെയ്ത് കാണിക്കാൻ പോയി. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നോക്കുക, ഇവനെന്തോ മുടിയൊക്കെ വെട്ടി ശുണ്ടനായല്ലോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു ഓറിയോ കേക്ക് ഉണ്ടാക്കി. തട്ടിക്കൂട്ടിയ ഒരു ഓറിയോ കേക്കാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് മിക്സിയിലിട്ട്, അതായത് ഓറിയോ മിക്സിയിലിട്ട് അടിച്ച് അതിനകത്ത് കുറച്ച് പാൽ ഒഴിച്ച് ബേക്കിംഗ് സോഡ ഇട്ട് പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത്, അത് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ മറ്റേ ആ ഓവൻ ഉണ്ടായിരുന്നു. പക്ഷേ എത്ര ടൈമാണ് വെക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, കരിഞ്ഞു പോയാൽ തീർന്നില്ലേ. ഈ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ ഞാൻ പെട്ട പാട്. ഇതിനെ ഗനാഷ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഭയങ്കര ടൈം എടുത്ത്. എന്താണോ എന്തോ. ഹോം ബേക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തന്നേരം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ബട്ടറൊക്കെ ഇട്ട്, ബട്ടറല്ല വെണ്ണ ഇട്ടത്, വെണ്ണയൊക്കെ ഇട്ട് പിന്നെ അവസാനം പാലൊക്കെ ഒഴിച്ചാൽ സെറ്റാക്കിയത്. പക്ഷേ എൻ്റെ കേക്ക് സൂപ്പറായിരുന്നു കേട്ടോ. കേക്ക് ഇത്രയും അടിപൊളിയായിട്ട് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. പിന്നെ ആ ചോക്ലേറ്റ് ഗനാഷൊക്കെ അതിൻ്റെ മേളിൽ ഒഴിച്ച് അത് കുറേ നേരം ഞാനിങ്ങനെ അടച്ചു വെച്ചിരുന്നായിരുന്നു. അതുകൊണ്ടായിരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ, ആ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ടേസ്റ്റ് കൂടെ ആ കേക്കിനുണ്ടായിരുന്നു. പിന്നെ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത് കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം ഞാൻ റെസ്റ്റ് ചെയ്ത്. അങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്ത് എൻ്റെ ട്രെയിനർ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് പുള്ളിക്കാരനെ വീഡിയോ അയച്ചു കൊടുക്കണം വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്ന് പോയില്ലായിരുന്നു, അതിൻ്റെ പണിഷ്മെൻ്റ് ആയിരുന്നു ഇതൊക്കെ. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചിയാ സീഡ് ഒരു അരമുക്കാൽ മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് അതും കുടിച്ച് പിന്നെ അടിയിൽ കുറച്ചിരുന്നുകൊണ്ടാണ് ഞാൻ വിരലിട്ടിളക്കിയത് കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നു. ഞാൻ ചെയ്യേണ്ടടുത്ത് പ്രത്യേകം പറഞ്ഞായിരുന്നു ഇത് കൈയിട്ട് ഇളക്കരുതെന്ന്. പുള്ളിക്കാരൻ എനിക്ക് വിശ്വാസമില്ല. എൻ്റെ അടുത്ത് കുറേ വട്ടം പറഞ്ഞു, വാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണം, ഇതിനകത്ത് തൊട്ട് പോലെന്ന് പറഞ്ഞു. ഇത് കഴിച്ച് കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും കൊടുത്ത്. ട്യൂഷൻ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നിമിഷ നേരം കൊണ്ടാണ് കേക്ക് തീർന്നത്. പിന്നെ നൈറ്റ് ആയപ്പോഴത്തേക്ക് ഒരു കോണ് വേവിച്ചത് കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.